ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നടത്തുന്നത് വിശദമായ ശാസ്ത്രീയ പരിശോധനയെന്ന ഹൈക്കോടതി. ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാകും. VSSCയിൽ അതിനുള്ള സൗകര്യമില്ല. സാഹചര്യ തെളിവ് മാത്രം വെച്ച് SITക്ക് മുന്നോട്ട് പോകാനാകില്ല. കൊടിമരത്തിൽ 30 ദിവസത്തിനുള്ളിൽ വിജിലൻസ് ത്വരിത പരിശോധന നടത്തണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓരോ വ്യക്തിയും നൽകിയ സ്വർണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും അത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, എന്താണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്? കാരണം ഈ സ്വർണ്ണക്കൊള്ള, അതിന്റെ വ്യാപ്തി, എത്രത്തോളം സ്വർണം മോഷണം പോയിട്ടുണ്ട്, അത് ഏത് കാലയളവിലാണ് പോയത്, അതിനെന്ത് സംഭവിച്ചു, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ കാത്തിരിക്കുകയാണ് കേരളം. ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്താണ് ബിനിൽ? ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും 3 പ്രതികളുടെ കൂടി അറസ്റ്റിനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ആദ്യം കട്ടളപ്പാളി കേസിൽ 2 പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഒരാളുടെ പങ്കാളിത്തം കൺഫേം ചെയ്തിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ആ 3 പേരുകൾ ആരൊക്കെയാണ്? അരിയ പേരുകൾ കോടതി പരാമർശിച്ചിട്ടില്ല. പക്ഷേ 3 അറസ്റ്റുകൾ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം നിലവിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം കോടതി ഉത്തരവിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 4 പേരുടെ പങ്കാളിത്തമാണ് വിശദമായി പരിശോധിച്ചത്. അതിൽ ആദ്യത്തെ കേസെന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. രണ്ടാമത്തേത് ഈ കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ കോടതി പറയുകയാണ്, ഇറ്റ് ഈസ് ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദ റോൾ ഓഫ് ദ റിമൈനിങ് 4 അക്യൂസ്ഡ് ഇൻ ക്രൈം നമ്പർ 3700 ഓഫ് 2025, അതായത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്, ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് ദ റോൾ ഓഫ് 2 അക്യൂസ്ഡ് ഹാവ് ബീൻ കൺഫേംഡ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടന്നു. അതിൽ 2 പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ദ റോൾ ഓഫ് ദ റിമൈനിങ് 2 അക്യൂസ്ഡ് ഇൻ ക്രൈം നമ്പർ 3701 ഓഫ് 2025, അതായത് കട്ടിളപ്പാളി കേസാണ്, ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് ദ റോൾ ഓഫ് 1 അക്യൂസ്ഡ് ഹാസ് ബീൻ കൺഫേംഡ്. അതായത് രണ്ടാമത്തെ കേസിൽ ഒരാളുടെ കൂടി പങ്കാളിത്തം വ്യക്തമായിരിക്കുന്നു എന്നതാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ കേസിൽ 3 അറസ്റ്റുകൾ കൂടിയുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ ഇതിൽ ഈ മഹസറിൽ ഒപ്പിട്ടവർ എല്ലാവരും ആദ്യഘട്ടത്തിൽ പ്രതിസ്ഥാനത്ത് വന്നിരുന്നു. പലരുടെയും അറസ്റ്റ് ഒഴിവായി പോവുകയായിരുന്നു. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൃത്യമായി തെളിവുകൾ ലഭ്യമാകുന്ന പ്രതികളുടെ അറസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വന്നു. അതിനുശേഷം കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകും എന്ന കൃത്യമായ സൂചനയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ സ്വർണ്ണക്കൊള്ളയുടെ നോക്കൂ, ഓരോ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭക്തരും അവർക്ക് കഴിയാവുന്നത്ര, അത് പല രീതിയിലായിരിക്കും, പണമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല രീതികളിലായിരിക്കും അയ്യപ്പന് മുന്നിലേക്ക് സമർപ്പിക്കാറുണ്ട്. അത് സ്വർണമാകാം, വെള്ളിയാകാം, പലതുമാകാം. പക്ഷേ ഇതിനൊന്നും ഒരു രേഖയുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും അവിടെ ഇല്ല. ആര് എത്ര സ്വർണം എന്ത് നൽകി, ഒരു രേഖയും ഇല്ല എന്നാണോ ഹൈക്കോടതി പറയുന്നത് ബിനിൽ? അത് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സ്വർണമായിട്ട് അവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പൊതുവായൊരു കണക്കിനപ്പുറത്ത് കൃത്യമായി ഓരോരുത്തർ എത്രയാണ് നൽകിയിരിക്കുന്നത് എന്നതില്ല. അത് ഒരു ഗുരുതരമായ ചട്ടലംഘനമാണ് എന്ന് ദേവസ്വം വിജിലൻസ് ആണ് ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് മേധാവിയോട് ഇതിൽ ഒരു ത്വരിത പരിശോധന നടത്താൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 1 മാസത്തിനകം ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കാനാണ് വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഉത്തരവിൽ കോടതി പറയുന്നത് ശബരിമല വിജിലൻസ് വിഭാഗത്തിന്റെ, അതായത് ദേവസ്വം വിജിലൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൊടിമര പ്രതിഷ്ഠയിൽ 80.49 ഗ്രാം സ്വർണം ഒരു നടനും മറ്റ് ഭക്തരും കൂടി അഡ്വക്കേറ്റ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ഒരു സിനിമാ നിർമ്മാതാവും മറ്റൊരു വ്യക്തിയും ചേർന്ന് 246
52.0 ഗ്രാം സ്വർണ്ണ ബിസ്ക്കറ്റും അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം മാനുവൽ പ്രകാരം ഓരോ വ്യക്തിയും എത്രയാണ് നൽകിയിരിക്കുന്നതെന്നത് ദേവസ്വത്തിന്റെ രസീതായിട്ടില്ല. 3A പ്രകാരമുള്ള രസീതില്ല. അത് ഒരു ഗുരുതരമായ ചട്ടലംഘനമാണ് ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നതാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ സ്വർണം നൽകിയ 27 പേരുണ്ട്. അവരുടെ വിശദമായ മൊഴിയെടുക്കണമെന്നതാണ് ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിജിലൻസിനോട് ഇതിലൊരു ത്വരിത പരിശോധന നടത്താനും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ത്വരിത പരിശോധനയ്ക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിലിപ്പോൾ ഈ നടനും ജ്വല്ലറി ഉടമയും അടക്കം വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതിൽ സ്വർണം അവർ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മൊഴിയായിരിക്കും ഇനി വിജിലൻസിന് രേഖപ്പെടുത്തേണ്ടി വരിക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ചട്ടലംഘനം എന്ന് പറയുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, പ്രതിനിധികൾ എല്ലാവരും ചോദ്യമുനയിലേക്ക് വരില്ലേ ബിനിൽ? ആദ്യം ഈ സ്വർണം കൈമാറിയിട്ടുള്ളവരുടെ പരിശോധനകൾ നടക്കണം, അവരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. ഈ 2017 നടന്ന സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും വഹിച്ചിട്ടുള്ളത് ഫിനിക്സ് ഗ്രൂപ്പാണ്. അവർ 3,20,00,000 രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത്. അവരാണ് സമ്പൂർണ്ണ സ്പോൺസർ എന്ന രീതിയിലുള്ളത്. അതിന് പുറമെ മറ്റു പലരും സ്വർണം അവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി കയ്യിലുള്ള സ്വർണം ഈ കൊടിമരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അവർ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അവർക്ക് ഇതിന് കൃത്യമായ രസീതുകൾ നൽകിയിട്ടുണ്ടോ, അതിലേതെങ്കിലും ക്രമവിരുദ്ധമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ വഴിക്കായിരിക്കും അന്വേഷണം പോവുക. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അധ്യക്ഷൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള അജയ് തറയിലാണ് മറ്റൊരു ബോർഡംഗം. രണ്ടാമത്തെ ബോർഡംഗം എന്ന് പറയുന്നത് CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ K രാഘവനാണ്. അങ്ങനെ ബോർഡംഗങ്ങളിലെ കാര്യങ്ങൾ അവരിൽ നിന്ന് വിശദീകരണം തേടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, ഇതിന്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമർപ്പണം നടന്നാൽ അത് രേഖപ്പെടുത്താൻ അന്ന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ, ദേവസ്വത്തിന്റെ മാനുവൽ പ്രകാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും. ആ ഉദ്യോഗസ്ഥനാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക. എന്തായാലും ഇതൊരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും പോകാൻ പോവുകയാണ്. ഒരു വശത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് SIT പോകുമ്പോൾ, മറുവശത്തുകൂടി ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിജിലൻസിന്റെ അന്വേഷണവും പോവുകയാണ്. അപ്പോൾ ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളോ മറ്റേതെങ്കിലും ക്രമക്കേടുകളോ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ വിജിലൻസും പൊക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയേണ്ടി വരും.